നമ്മൾ ഓഡുവിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ ഓഡുവിൻ്റെ ഒരു 2 വേർഷൻസ്, 2 റിലീസ്, അതായത് കമ്മ്യൂണിറ്റി എൻ്റർപ്രൈസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അക്കൗണ്ടിങ്ങിലുള്ള മെനു ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വിശദീകരണങ്ങൾ പറഞ്ഞു. ഒരു അക്കൗണ്ടൻ്റ് ആയി ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്, അതായത് ജൂനിയറായിട്ടോ അല്ലെങ്കിൽ മിഡിൽ അക്കൗണ്ടൻ്റായിട്ട് ഓഡു സോഫ്റ്റ്വെയർ വർക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റായിട്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിതിൽ ഓഡുവിൽ ഒരുപാട് ആപ്സ് കാണാം. നിങ്ങളുടെ കമ്പനി ഏത് ടൈപ്പ് കമ്പനിയാണോ അതിനനുസരിച്ചിട്ടുള്ള ആപ്സ് കാണാം. എല്ലാ കമ്പനിയിലും ഒരുപോലെ ആണെന്നില്ല, കാരണം ഇതൊക്കെ ഓരോരോ ആപ്പായിട്ടാണ് ഓഡു ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക്കലി ഒരു കമ്പനിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള, മിനിമം ഉണ്ടാവാനുള്ള സാധ്യത ഒന്ന് സെയിൽ ആപ്പാണ്. നമ്മളത് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റുമത്. പിന്നെ പോയിന്റ് ഓഫ് സെയിൽ ചില കമ്പനിയിൽ ഉണ്ടാവാം, എന്നാലും കോമൺ അല്ല. പിന്നീട് ഉണ്ടാകുന്നത് അക്കൗണ്ടിങ് നിർബന്ധമായിട്ട് ഉണ്ടാകുന്ന ആപ്പാണ്. പിന്നെ പർച്ചേസ് ഉണ്ടാവാം. ഓക്കെ, നമുക്കിവിടെ ഓഡുവിൽ ഡയറക്റ്റ് ഇവിടെ പർച്ചേസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരും. ഓക്കെ, എന്തും അവിടെ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പർച്ചേസ് ഇൻവെൻട്രി ഉണ്ടാവാം. ഇൻവെൻട്രി ആപ്പ് ഉണ്ടാവും. ഓക്കെ, ഇൻവെൻട്രി ആപ്പ് ഉണ്ടാവും. പിന്നെ പർച്ചേസ് ആപ്പും ഉണ്ടാവും. ഓക്കെ, പർച്ചേസ് ആപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു 4 ആപ്പ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്: അക്കൗണ്ടിങ്, സെയില്, പർച്ചേസ്, ഇൻവെൻട്രി. ബേസിക്കലി ഈ 4 ഒരുവിധം എല്ലാ കമ്പനികളിലും ഉണ്ടാവും. കാരണം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കോറാണ്, മെയിനായിട്ട് അക്കൗണ്ടിങ്ങിന് വേണം. പിന്നെ ഉള്ളതാണ് സെയിൽസ് ഇൻവോയ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് സെയിൽസ് ആപ്പ്. പർച്ചേസ് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, നമ്മൾ മറ്റുള്ള എൻട്രീസ് ഇടാൻ വേണ്ടിയിട്ട്, അതായത് പേയ്മെൻറ്റ്സും മറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ആപ്പ് ഉപയോഗിക്കുക. ഓക്കെ, ഇതിലിപ്പോൾ മറ്റുള്ള ആപ്പിനെ കുറിച്ച് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇവിടെ സെയില്, അക്കൗണ്ടിങ്, ഇൻവെൻട്രി, പർച്ചേസ് ഉണ്ട്. നമുക്ക് സെയിൽസ് ചെയ്യണമെങ്കിൽ, ഓടുവിൽ ഈ സെയിൽസ് ചെയ്യണമെങ്കിൽ ബൈ ഡീഫോൾട്ട് ഈ സെയിൽസ് ആപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊട്ടേഷൻ കൊടുത്തു. ഓക്കെ, ആ കൊട്ടേഷൻ പാർട്ടി അംഗീകരിച്ചു, അപ്രൂവ് ചെയ്തു, അവർ ആക്സെപ്റ്റ് ചെയ്തു. അത് പിന്നെ എന്താവും, സെയിൽസ് ഓർഡർ ആവും. പിന്നെ സെയിൽ ഓർഡർ പിന്നെ ഇൻവോയ്സ് ആവും. പിന്നെ സാധനം ഡെലിവറി ചെയ്യും, പിന്നെ ഇൻവോയ്സ് സമർപ്പിക്കും. ഈ ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിനെ നോർമൽ കേസിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു കമ്പനി നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും നമുക്ക് ഈ കൊട്ടേഷൻ എന്നുള്ളതിൽ നിന്നാണ് തുടങ്ങുക. കൊട്ടേഷൻ അടിച്ച് കൊടുത്തിട്ടാണ് തുടങ്ങുക. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊട്ടേഷൻ അടിച്ച് പാർട്ടിക്ക് കൊടുക്കേണ്ടതില്ല, അപ്രൂവ് ചെയ്ത് സെയിൽസ് ഓർഡർ ആക്കി കൊടുക്കുക. പിന്നെ സെയിൽസ് ആപ്പിൽ, പർച്ചേസ് ആപ്പിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, സെയിൽസ് ആപ്പും പർച്ചേസ് ആപ്പിലും കൂടി മാത്രമേ ഇൻവെൻട്രി ഇന്നും ഔട്ടും പോകൂ. വേറെ മറ്റ് ചില മാർഗ്ഗങ്ങളുണ്ട് ഇന്നോട്ടും ചെയ്യാൻ. ഫോഴ്സ്ഫുള്ളി നമുക്ക് ചെയ്യാം. നോർമൽ കേസിൽ നമ്മളൊരു ഇൻവെൻട്രി നമ്മുടെ സിസ്റ്റത്തിലേക്ക്, നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നത് നമ്മൾ വിൽക്കാൻ, ഫോർ എക്സാമ്പിൾ ഇതൊരു ഇലക്ട്രോണിക് ഷോപ്പാണെന്ന് വിചാരിക്കാം. നമ്മൾ ടെലിവിഷൻസും കമ്പ്യൂട്ടേഴ്സും ഒക്കെയാണ് പർച്ചേസ് ചെയ്യുമ്പോൾ, അത് പർച്ചേസ് ആപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് വരും. സെയിൽ ആപ്പ് ചെയ്യുമ്പോൾ അത് പുറത്തു പോകും, ക്വാണ്ടിറ്റി പുറത്തു പോകും. അത് ഇൻവെൻട്രി എന്ന് പറയുന്ന ആപ്പുമായിട്ട് കണക്റ്റഡ്. ഇവിടെ ഇപ്പം അക്കൗണ്ടിങ് ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യം വേണ്ടത്, ഒരു അക്കൗണ്ടൻറ്റ് ആദ്യം നോക്കേണ്ടത് എന്താണ്, നമ്മുടെ ഒരു അക്കൗണ്ടിങ്, നമ്മളിപ്പോൾ ഓൾറെഡി നടന്നു പോകുന്ന, നിലവിൽ അക്കൗണ്ടിങ് ആപ്പ് ഉപയോഗിച്ച് പോകുന്നൊരു കമ്പനിയിൽ എത്തിപ്പെടുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടാവില്ല. അതേസമയം നമ്മൾ കയറി നമ്മളാണ് അക്കൗണ്ടിങ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യാനുണ്ട്. നമ്മൾ അക്കൗണ്ടിങ് ആപ്പ് എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യണം നമ്മുടെ ബാങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇവിടെ ഡാഷ്ബോർഡ് ഇപ്പം നോക്കണ്ട, ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നമ്മൾ അക്കൗണ്ടിങ് കോൺഫിഗറേഷനിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾറെഡി ബൈ ഡിഫോൾട്ട് ഓടുവിലുള്ള കുറച്ച് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കാണാം. ചിലപ്പോൾ ഒന്നും ഇല്ലാതിരിക്കാം, നിങ്ങളുടെ കമ്പനി ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഓടും ഇതെല്ലാം അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ്സും കറണ്ട് റിസീവ്സും ഇങ്ങനെ ഒരുപാടുണ്ട്. നമുക്കറിയാം ഏതൊക്കെ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ന്യൂ അടിച്ച് നോക്കി മനസ്സിലാവും. ഓടുവിന് ഇവിടെ ലിസ്റ്റ് വ്യൂ ഉണ്ട്, ഇവിടെ കൻബാൻ വ്യൂ ഉണ്ട്. അപ്പം കൻബാൻ വ്യൂ എടുക്കുക, എന്നിട്ട് ന്യൂ കൊടുക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ കാണാം. അക്കൗണ്ട് നെയിം, നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെഡ്ജറിൻ്റെ പേരെന്താണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ചാർജസ് എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജസ് അടിക്കുന്നു. പിന്നെ കോഡ്, ഈ കോഡ് കൊടുക്കുന്നതിനും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ വെറുതെ ഒരു കോഡ് കൊടുക്കുന്നു. ഓക്കെ, ഇനി
അടുത്തത് ടൈപ്പ്. ഈ മൂന്നും എന്തായാലും വേണം. ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് ഈ ഒരു എക്സ്പെൻസ് നമ്മുടെ ഏത് റിപ്പോർട്ടിലാണ് പ്രതിഫലിക്കുക, ഇത് ഇൻകം ആൻഡ് എക്സ്പെൻസ്, അതായത് ഗ്രോസ് പ്രോഫിറ്റിനെ ബാധിക്കുന്നതാണോ, അല്ല നെറ്റ് പ്രോഫിറ്റിനെ ബാധിക്കുന്നതാണോ, ബാലൻസ് ഷീറ്റിലാണോ എഫക്റ്റ് ചെയ്യുന്നത്, ഇത് എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നോക്കുക. നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജസ് എന്ന് പറഞ്ഞാൽ സാധാരണ എക്സ്പെൻസസിലേക്ക് പെടുത്താൻ പറ്റും. എക്സ്പെൻസസ് എന്നുള്ള ട്രീറ്റ് ചെയ്തു. ഓക്കെ, ഡീഫോൾട്ട് ടാക്സ് ഈ ലെഡ്ജർ സെലക്ട് ചെയ്യുമ്പോൾ എന്നിട്ട് ടാക്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ ആക്റ്റീവ്, പിന്നെ ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു കമ്പനിയാണ്. ചിലപ്പോൾ ഇത് 2 കമ്പനി ഉണ്ടെങ്കിൽ 2 കമ്പനിക്കും വേണമെന്നുണ്ടെങ്കിൽ 2 കമ്പനിക്കും വേണ്ടി 2 കമ്പനി സെറ്റ് ചെയ്യാം. ഓക്കെ, 2 കമ്പനിക്കും ഈ ലെഡ്ജർ കാണാൻ പറ്റും. അതിനാണ് ടാക്സ് നമുക്ക് സെർച്ചിങ്ങും മറ്റുള്ള ഓപ്ഷൻസിന് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാനൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട് കോഡ് മസ്റ്റ് ബി സെറ്റ് ഫോർ എവറി കമ്പനി ടു വിച്ച് അക്കൗണ്ട്. ദ കോഡ് മസ്റ്റ് ബി സെറ്റ് ഫോർ എവറി കമ്പനി ടു വിച്ച് ദിസ് അക്കൗണ്ട് ബിലോങ്സ്. ഓക്കെ, അതായത് നമ്മളിത് ഒഴിവാക്കുക. അതുമാത്രമല്ല കമ്പനി ഡ്യൂപ്ലിക്കേഷൻ അനുവദിക്കുകയും ചെയ്യില്ല. ഓക്കെ, ഇതിലിപ്പോൾ കോഡിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ വിചാരിക്കും ഇത് എന്താണ് കോഡ്, ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണെന്ന് വിചാരിക്കും. ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാത്രമല്ല കോഡിൽ കുറച്ച് ലോജിക്ക് കിടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോഡ് വെച്ച് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ലെഡ്ജറിൻ്റെ ടൈപ്പ് ക്ലിയർ ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നോക്കാം, ബാങ്കിൻ്റെ ക്യാഷ് ടൈപ്പ് വെച്ചിട്ട് സെർച്ച് ചെയ്തു. ബാങ്ക് ആൻഡ് ക്യാഷ് 101 തുടങ്ങുന്നത്. ബാങ്ക് ആൻഡ് ക്യാഷ് 101 വരെ ബാങ്ക് ആൻഡ് ക്യാഷ് പോയിട്ടുണ്ട്. പിന്നെ 101 തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് 402, ഇവിടെ 401 ഉണ്ട്, ഇവിടെ 402. ഓടു ബൈ ഡിഫോൾട്ട് തരുന്ന കോഡ് ലോജിക്കില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ കറണ്ട് അസറ്റ്സിൽ 101,402 കൊടുത്തിട്ടുണ്ട്, ബാങ്ക് 101,402 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ലോജിക്ക് ചെയ്യും. നമ്മൾ ലോജിക്കൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോയിൽ തന്നെ ഗ്രൂപ്പ് വൈസ് ട്രയൽ ബാലൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കൊരു ഗ്രൂപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എക്സ്പെൻസസും ഇൻകം ഒക്കെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്. ഓക്കെ, ആ ഗ്രൂപ്പിൻ്റെ താഴെ ഇലക്ട്രിസിറ്റി ചാർജ്, വാട്ടർ ചാർജസ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വരാം. അതേപോലെ എംപ്ലോയി കോസ്റ്റ് ഉണ്ടാവും. എംപ്ലോയിയായിട്ട് ബന്ധപ്പെട്ട എംപ്ലോയിൻ്റെ അക്കോമഡേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതൊക്കെ ഒരു എംപ്ലോയീൻ്റെ കോസ്റ്റാണ്. അതൊക്കെ അടുത്തടുത്ത് വേണം. അപ്പം ഏതൊക്കെ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഏതൊക്കെ ലെഡ്ജർ ട്രയൽ ബാലൻസിലോ ബാലൻസ് ഷീറ്റിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അതായത് ഇൻകം എക്സ്പെൻഡിച്ചറിൽ വരണം, അടുത്തടുത്ത് വരണോ, അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ വേണം കോഡ് കൊടുക്കാൻ. അതായത് ഇവിടെ ഇപ്പോൾ 101,401 എന്ന് പറഞ്ഞാൽ 402, 403 അങ്ങനെ പോകണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ 405, 410 അങ്ങനെ പോകും. 5 വിട്ടിട്ടാക്കാം. എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു ലെഡ്ജർ കയറ്റേണ്ടി വന്നാൽ നമ്മൾ വിചാരിക്കണം ആ ലെഡ്ജർ അതിൻ്റെ ഇടയിലാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ 5 വിട്ടിട്ടാണെങ്കിൽ നമുക്ക് എന്താക്കാം, അതിൻ്റെ ഉള്ളിലുള്ള ഒരു നമ്പർ എടുക്കാം. ഇവിടെ ഈ ഓട് തന്നിരിക്കുന്ന കോഡ് അത്ര ലോജിക്ക് ഇല്ലാതെയാണ്. കാരണം ചില മാറ്റങ്ങളുണ്ടാവും. ചിലപ്പോൾ എക്സ്പെൻസിന് 5,000 തുടങ്ങുന്നുണ്ടാവും, 5 തുടങ്ങുന്നുണ്ടാവും. അത് വേറെ സ്ഥലത്ത് പോയിട്ട് നോക്കുമ്പോൾ വേറെ സ്ഥലത്ത് തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കണ്ട, നമ്മളതായ ഒരു കോഡ് നല്ല ഡീറ്റെയിൽ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ തുടങ്ങുന്നത് വെച്ചിട്ടും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നമ്മുടെ ലോജിക്കാണ്. പിന്നെ കോഡ് നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാനും പറ്റും. നമ്മളിപ്പോൾ ഒരു കോഡ് സെറ്റ് ചെയ്തു എന്നതുകൊണ്ട് അതിലേക്ക് എൻട്രി ഇട്ടു എന്നതുകൊണ്ട് എന്താവുന്നില്ല, ആ കോഡ് പിന്നീട് മാറ്റാൻ പറ്റാത്താവുന്നില്ല. നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ആ കോഡ് വേറെ ലെഡ്ജറിന് ഇല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി 2 ലെഡ്ജറിൻ്റെ കോഡുകൾ തമ്മിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നാമതൊരു കോഡ് അതിന് കൊടുത്തിട്ട്, അതായത് ഇതിപ്പോൾ 101,502, 503 മാറ്റണമെങ്കിൽ 101,503 വരെ നമ്മളൊരു 1 ഇവിടെ കൊടുത്തു. അതിന് ശേഷം ഇതിനെ 101,503 ആക്കി. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇതിനെ 101,502 ആക്കി മാറി. ഓക്കെ, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാറ്റാം. ഡാറ്റ എൻട്രി ചെയ്താലും മാറ്റാം. പക്ഷേ നമ്മളിപ്പോൾ ഒരു ലെഡ്ജർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ലെഡ്ജർ നമുക്ക് വേണ്ട. ഓക്കെ, നമുക്കത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. എങ്ങനെ? എൻട്രി അതിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിലീറ്റ് ആവും. ഇതിപ്പം റെഡി ടു മേക്ക് യുവർ ഡിസിഷൻ, ആലോചിക്കുക. ഓക്കെ, 2 പ്രാവശ്യം ആലോചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഡിലീറ്റ് അടിക്കുക പറ്റില്ല. ഇത് കനോട്ട് ബി റെക്കോർഡ് ബീൻ ഡിലീറ്റഡ്. ഓക്കെ, ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ആവില്ല. ബ്ലാങ്ക് ആണെങ്കിൽ മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. അപ്പം നമ്മൾ അക്കൗണ്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട സാധനമാണ് ചാർട്ട് ഓഫ് അക്കൗണ്ടിങ്. ചാർട്ട് ഓഫ് അക്കൗണ്ടിങ് സെറ്റ് ചെയ്യണം ആദ്യം. അത് നമ്മൾ ലെഡ്ജർ പഴയ ഒരു നിലവിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട് നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് റെസീവബിൾ, അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് 2 ലെഡ്ജർ ഉണ്ട്. ശരിക്കും അക്കൗണ്ട്സ് റെസീവബിൾ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. ഓക്കെ, പക്ഷേ
കറണ്ട് അസറ്റ്സ് വേറെ ടൈപ്പ് ഉണ്ടെങ്കിലും ഓടും അതിന് റിസീവബിൾ തന്നെ പറഞ്ഞൊരു ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പേയ്മെൻറ്റ്സും ഓടും എന്താക്കിയിട്ടുണ്ട് പറഞ്ഞാൽ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കാം, പേബിൾസ് എന്ന് പറഞ്ഞിട്ട് ഓടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ അക്കൗണ്ട്സ് റിസീവബിളും അക്കൗണ്ട്സ് പേയബിളും നമ്മൾക്ക് എപ്പോഴും അക്കൗണ്ട്സ് റിസീവബിൾ ടൈപ്പും പേയബിൾ ടൈപ്പ് ആയിരിക്കണം. അത് നിർബന്ധമാണ്. അത് നമ്മൾ എന്ത് ചെയ്ത് അക്കൗണ്ട്സ് റിസീവബിളിനെ നമ്മൾ കറണ്ട് അസറ്റ്സ് ആക്കരുത്. നോർമലി നമ്മൾ ലോജിക്കലി കറണ്ട് അസറ്റ്സ് അവിടെ ഓക്കെയാണ്. പക്ഷേ ഓടുവിൻ്റെ ലോജിക്കലി അക്കൗണ്ട്സ് റിസീവബിളിനെ റിസീവബിൾ തന്നെ കൊടുക്കണം. അതേപോലെ അക്കൗണ്ട്സ് പേയബിളിനെ പേയബിൾ തന്നെ കൊടുക്കണം. അതേസമയം എന്ത് കൊടുക്കരുത്, കറണ്ട് ലിയബിലിറ്റീസ് കൊടുക്കരുത്. സത്യത്തിൽ അത് കറണ്ട് ലിയബിലിറ്റീസ് കറക്റ്റാണ്. പക്ഷേ ഓടുവിൻ്റെ കേസിലേക്ക് വരുമ്പം അത് ശ്രദ്ധിക്കണം. അക്കൗണ്ട്സ് റിസീവബിളിന് റിസീവബിൾ കൊടുക്കണം, അക്കൗണ്ട്സ് പേയബിളിന് പേയബിൾസ് കൊടുക്കണം. അത് അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഏജ്ഡ് റിസീവബിൾസും ഏജ്ഡ് പേയബിൾസും എന്നുള്ള റിപ്പോർട്ട് ഓടു നൽകുള്ളൂ. അത് ഓടുവിൻ്റെ ഒരു മെത്തേഡാണ്. അപ്പം അടുത്ത കുറച്ച് ക്ലാസ്സിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം.